Okay, welcome to Center of Accounts, Cooperative Bank, GSCI, CSCB, കേരള ബാങ്കിലേക്കൊക്കെ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയുള്ള കോപ്പറേറ്റീവ് ലോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969, KCS ആക്ട് 1969 ആണ്. The present Cooperative Societies Act prevail in Kerala State KCS Act 1969 ആണ്. അപ്പം ഇവിടെ പ്രസന്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നമ്മൾ അറിയപ്പെടുന്നത് KCS ആക്ട് 1969 എന്നാണ്. KCS Act is Act 21 of 1969. KCS Act 21 of 1969 ആണ്. KCS Act came into force. KCS Act എന്നാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോണം. അത് 15/5/1969. 15/5/1969 KCS Act എന്ത് ചെയ്യുന്നത് came into force 15/5/1969. ഓക്കെ, KCS rule came into force 14/7/1969. അപ്പോൾ KCS Act came into force 15/5/1969 KCS rule came into force 14/7/1969. അപ്പോൾ ഇത് എക്സാമിന് മാസങ്ങളൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചോളാം. KCS റൂള് വന്നേക്കുന്നത് 14/7/1969, KCS Act 15/5/1969. Total number of section in KCS Act is 110 and number of rules 201 ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ എന്ന് പറയുന്ന KCS ആക്ടിൽ 110 സെക്ഷനും 201 റൂളുമാണ്. The rules for section 80 of KCS Act came into force on 1/1/1974 ആണ്. അപ്പോൾ the rule for section 80 of KCS Act, ഇപ്പോൾ റൂളിൽ സെക്ഷൻ 80 of KCS Act came into force 1/1/1974 ആണ്. There are 16 chapters in KCS Act and 15 chapters in KCS rule. അപ്പോൾ KCS Actൽ 16 ചാപ്റ്ററും KCS റൂളിൽ 15 ചാപ്റ്ററാണ്. തിരിഞ്ഞു പോകരുത്. KCS ആക്ടിൽ 16 ചാപ്റ്ററും KCS റൂളിൽ 15 ചാപ്റ്ററുമാണ്. The act is to be enacted by legislature which give the skeleton of the law. The act is to be enacted by the legislature and gives the skeleton of the law ആണ് നമ്മൾ പറയുന്നത്. Details of the act are furnished in rules which are to be framed by the government. Details of the act are furnished in rules ആണ്. അത് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് ആണ്. The government have the power to frame rules as per section 109 of KCS Act. അപ്പോൾ ഗവൺമെൻറ് ആണ് എന്തിൻ്റെ അധികാരം എന്ന് ഫ്രെയിം ദ റൂൾസ്. സെക്ഷൻ 109 KCS Act 109 പറയുന്നുണ്ട് ഗവൺമെൻറ്റിനാണ് അധികാരം, റൂളുകൾ ഫ്രെയിം ചെയ്യാനുള്ള അധികാരം എന്നുള്ളത്. നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS Act ഈസ് 3 ആണ്. അപ്പോൾ എത്ര ഷെഡ്യൂൾ KCS ആക്ടിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 1 എന്ന് പറയുന്നത് സെക്ഷൻ 80 സബ്സെക്ഷൻ 3 ആണ്. ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ് ആർ ഡൺ ബൈ PSC ആണ്. അപ്പോൾ അവിടെ ഷെഡ്യൂൾ 1 സെക്ഷൻ 80 സബ്സെക്ഷൻ 3 പറയുന്നത് ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ആണ്. ടു വിച്ച് അപ്പോയിൻമെൻറ്റ് ആർ ഡൺ ബൈ PSC. അപ്പോൾ ഏതൊക്കെ അപ്പർ സൊസൈറ്റിയിലും സെൻട്രൽ സൊസൈറ്റിയിലുമാണ് PSC അപ്പോയിൻമെൻറ്റ് എന്നുള്ള സെക്ഷൻ പറയുന്നത് സെക്ഷൻ 80 സബ്സെക്ഷൻ 3 ആണ്. അതാണ് ഷെഡ്യൂൾ 1 ഡിസ്കസ് ചെയ്യുന്നത്. ഷെഡ്യൂൾ 2 എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ECC ആണ്. ECCC 3 C ഉണ്ട്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. സെക്ഷൻ 2 സബ്സെക്ഷൻ ECCCC കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 3 സെക്ഷൻ 69 സബ്സെക്ഷൻ 4 ടൈം ലിമിറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ ഷെഡ്യൂൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ ഷെഡ്യൂൾ 1 പറയുന്നത് സെക്ഷൻ 80 ഇവിടെ നമ്മൾ അപ്പോയിൻമെൻ്റ് ആണ്, PSC അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് ഏതിൽ പറയുന്നത്, ഷെഡ്യൂൾ 1 പറയുന്നത് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു അപ്പോയിൻമെൻറ്റ് ഓഫ് PSC. ഷെഡ്യൂൾ 2 പറയുന്നത് സെക്ഷൻ 2 പറയുന്ന കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഷെഡ്യൂൾ 2 പറയുന്നത്. ഷെഡ്യൂൾ 3 പറയുന്നത് ടൈം ലിമിറ്റിനെ കുറിച്ചാണ്. ഓക്കെ, there are 3 appendix attached to Kerala cooperative rules ആണ്. അപ്പം 1969 KCS റൂളിൽ നമുക്ക് 3 അപ്പൻഡിക്സ് ആണുള്ളത്.
ഒന്ന് അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പം ഒന്നാമത്തെ അപ്പൻഡിക്സിൽ പറയുന്നത് രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഏതൊക്കെ രജിസ്റ്ററാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സിനെ കുറിച്ചാണ് അപ്പൻഡിക്സ് 1-ൽ പറയുന്നത്. അപ്പൻഡിക്സ് 2-ൽ പറയുന്ന ഫോംസ് KCS റൂൾ 2 സബ്സെക്ഷൻ F മീൻസ് ഫോം മെൻഷൻഡ് ഇൻ അപ്പൻഡിക്സ് 2-ലാണ്. ഏതൊക്കെ ഫോമുകളെ കുറിച്ചാണ് അപ്പൻഡിക്സ് 2-ൽ പറയുന്നത്. അത് KCS ഫോം എന്ന് പറയുന്നത് KCS റൂൾ 2 സബ്സെക്ഷൻ F ആണ് റൂൾ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൻഡിക്സ് 3 എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു type and financial position or star pattern of various type of cooperative societies. Okay, അപ്പോൾ അപ്പൻഡിക്സ് 3-ൽ പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റി അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ടൈപ്പ് വെച്ചിട്ടോ ഫിനാൻഷ്യൽ പൊസിഷനെ വെച്ചിട്ട് സൊസൈറ്റിയുടെ ക്ലാസിഫിക്കേഷൻ ആണ് അപ്പൻഡിക്സ് 3-ൽ പറയുന്നത്. അതിൽ സ്റ്റാർ പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പൻഡിക്സ് 3 ആണ്. സെക്ഷൻ 18 സബ്സെക്ഷൻ 3A ആണ്. The Department of Cooperation is headed by Cabinet Minister ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സാണ്, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ദ ടെക്നിക്കൽ ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. അപ്പോൾ ടെക്നിക്കൽ ഹെഡ് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഹെഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, RCS ആണ്. അതായത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്, RCS ആണ് ടെക്നിക്കൽ ഹെഡ് എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ ഹെഡ് എന്ന് പറയുന്നത് RCS ആണ്. The duties of cooperative department are കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടീസ് പറഞ്ഞ ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷൻ. ഓഡിറ്റ് നടത്തണം, ഇൻസ്പെക്ഷൻ നടത്തണം, സൂപ്പർവിഷൻ നടത്തണം. ഇതാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഡ്യൂട്ടീസിൽ പെടുന്നത്. There are 2 wings, 2 വിങ്സ് ആണ് ഇവിടെ പറയുന്നത് ഇൻ ദ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. They are number 1 ജനറൽ വിങ് ആൻഡ് number 2 ഓഡിറ്റ് വിങ്. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് 2 വിങ്ങാണ്, ഒന്ന് ജനറൽ വിങ്ങും 2 ഓഡിറ്റ് വിങ്ങുമാണ്. ദ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഈസ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അപ്പോൾ DCA ആണ്, അതായത് ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ്. ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് DCA ആണ്. DCA ഷാൾ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് RCS. അപ്പോൾ DCA എന്ന് പറയുന്ന ആരുടെ കൺട്രോളിലാണ്? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കൺട്രോളിലാണ് DCA. സെക്ഷൻ 67 സബ്സെക്ഷൻ 3-ലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. ഇനി KCS ആക്ട് 1969 ആണ് പറയുന്നത്. നമ്മൾ സബ്ജക്റ്റുകൾ അതിൻ്റെ സെക്ഷനെ കുറിച്ചൊക്കെ പറയാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓർ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത് 28 സെക്ഷൻ 28, 28A, 29A, 29 sub 4, 32, 33, 63 12, 64 4A, 74 A3. ഓക്കെ. അമെൻമെൻറ്റ് ഓഫ് ബൈലോ ആൻഡ് ഇറ്റ്സ് അപ്പീൽ. അമെൻമെൻറ്റിനെ കുറിച്ചും ബൈലോ അമെൻമെൻറ്റിനെ കുറിച്ചും അതിൻ്റെ അപ്പീലിനെ കുറിച്ചും പറയുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ 10, 11, 12, 13. അപ്പോൾ 10 മുതൽ 13 വരെയും, പിന്നെ 83 സബ്സെക്ഷൻ 1B, 83 സബ്സെക്ഷൻ 2A, 87 ഈ പറയുന്ന സെക്ഷനിലാണ് അമെൻമെൻറ്റ് ഓഫ് ബൈലോയും അതിൻ്റെ അപ്പീലിനെ കുറിച്ചും പറയുന്നത്. ആനുവൽ ജനറൽ ബോഡി ഒക്കെ ചോദിക്കുന്നതാണ്. ആനുവൽ ജനറൽ ബോഡി എന്ന് പറയുന്നത് സെക്ഷൻ 29-ലാണ് പറയുന്നത്. എന്നാൽ റൂൾ 8A-ലുമാണ്. അപ്പോൾ ആനുവൽ ജനറൽ ബോഡിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 29-ലാണ്. നമുക്ക് ആനുവൽ ജനറൽ ബോഡി എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 29-ലാണ്. റൂള് 8A ആണ്. അപ്പീൽ റിവിഷൻ ടു ദ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ്. അപ്പീലെ റിവിഷൻ ടു ദ രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ഈ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 83 സബ്സെക്ഷൻ 2, 87 ആണ്. റൂള് 124-ഉം 124A-യും 125-ലുമാണ് പറയുന്നത്. അപ്പീൽ ടു ട്രൈബ്യൂണൽ പറയുന്നത് 82, 83 1F ആണ്. അപ്പീൽ ടു ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 82-ഉം 83 സബ്സെക്ഷൻ 1F-ഉമാണ്. റൂള് 98 to 123 ആണ്. 98 മുതൽ 123 വരെയുള്ള റൂളാണ് അപ്പീൽ ടു ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ആർബിട്രേഷൻ ആണ്. സെക്ഷൻ 69, 70 സബ്സെക്ഷൻ A, 70 സബ്സെക്ഷൻ B, 78, 100 ആർബിട്രേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതാണ്. എൻ്റെ റൂള് 67-ഉം 68-ഉമാണ്. അസിസ്റ്റഡ് സൊസൈറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ AA ആണ്. ഓഡിറ്റ് 63, 64 ആണ്. റൂള് 64, 65-ഉമാണ്. അപ്പം ഓഡിറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. ഏത് സെക്ഷനാണെന്ന് 63-ഉം 64-ഉമാണ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ. റൂള് 64-ഉം 65-ഉമാണ്. ബൈലോയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ B, 13A, 19B,
97. അപ്പോൾ ബൈലോയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 2 സബ്സെക്ഷൻ ഡി, 13A, 19B, 97. റൂള് 5ഉം 6ഉം 11ഉമാണ്. സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറയുന്നത് 88, 88A, 88B, 88C. അപ്പോൾ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ CCU, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കുറിച്ച് പറയുന്ന സെക്ഷൻ 88 എന്ന് വിളിച്ചാൽ 88A, 88B, 88C ആണ്. ചീഫ് എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ DA ആണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റികളുടെ തരംതിരിവിനെ കുറിച്ച് പറയുന്നത് 80 സബ്സെക്ഷൻ 1 ആണ്. സൊസൈറ്റികളുടെ ക്ലാസിഫിക്കേഷൻ 80 സബ്സെക്ഷൻ 1 ആണ്. റൂള് 15ഉം 182 ആണ്. റൂള് 15, 15ഉം 182മാണ്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, കോപ്പറേറ്റീവ് തത്വങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ECCC ആണ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ ECCC, സ്മാൾ ലെറ്റർ ECCC ആണ്. കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് CRF, കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട് 57D ആണ്. സെക്ഷൻ 57Dയിലാണ്. കോപ്പറേറ്റീവ് സർവീസ് എക്സാം ബോർഡ്, അതായത് CSEBയെ കുറിച്ച് പറയുന്നത് 80B ആണ് സെക്ഷൻ. അപ്പോൾ CSEBയെ കുറിച്ച് പറയുന്ന സെക്ഷൻ 80B ആണ്. റൂള് 182A, 182B ആണ്. അപ്പം ഇവിടെ നമ്മൾ സെക്ഷൻ സർവീസ് CSEB ബോർഡിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 80B ആണ്. റൂള് 182Aയും 182Bയുമാണ്. ഡെഫിനിഷൻ, കോപ്പറേറ്റീവ് ഡെഫിനിഷനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2ലാണ്. ഡിപ്പോസിറ്റ് ഇൻഷുറൻസ് ഗ്യാരണ്ടി സ്കീം 57Bയിലാണ്. ഡിസിപ്ലിനറി ആക്ഷൻ, അച്ചടക്ക നടപടികളെ കുറിച്ചൊക്കെ പറയുന്നത് 80 സബ്സെക്ഷൻ 9 ആണ്. ഡിസ്പ്യൂട്ട്സുകൾ വരും. ഡിസ്പ്യൂട്ട് പറയുന്നത് 2 സബ്സെക്ഷൻ I, 69, 70, 70A. ഇപ്പോൾ 2I പറയുന്നുണ്ട് 69, 70, 70A. റൂള് നോക്കുകയാണെങ്കിൽ 67ഉം 68ഉമാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് പ്രസിഡന്റ്. അപ്പം കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയും പ്രസിഡന്റിൻ്റെയും ഡിസ്ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28 സബ്സെക്ഷൻ 2A, 28(3), 29(4) ആണ് സബ്സെക്ഷൻ, 64 സബ്സെക്ഷൻ 4A. അപ്പോൾ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് കമ്മിറ്റി മെമ്പേഴ്സ് ആൻഡ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 28 സബ്സെക്ഷൻ 2Aയും, 28 സബ്സെക്ഷൻ 3, 29 സബ്സെക്ഷൻ 4, 64 സബ്സെക്ഷൻ 4A. റൂള് ചോദിച്ചാൽ 44ഉം 45ഉമാണ്. ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഡിസ്പോസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത് സെക്ഷൻ 56 ആണ്. ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസർ സെക്ഷൻ 108ലാണ് പറയുന്നത്. ഡ്യൂട്ടീസ് ഓഫ് പോലീസ് ഓഫീസറുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരുന്ന പോലീസ് ഓഫീസർ ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടോ എന്തെങ്കിലും തിരിമറികളൊക്കെ അന്വേഷിക്കാൻ വരുന്നതിനെ കുറിച്ച് അവരുടെ ഡ്യൂട്ടീസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 108 ആണ്. റൂള് 66Aയിലാണ് പറയുന്നത്. ഇലക്ഷൻ ഓഫ് പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്നതിനുള്ള സെക്ഷൻ 28AB, 28Bയുമാണ്. അപ്പം പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന സെക്ഷൻ 28AB, 28B ആണ്. റൂള് 38ഉം 43യുമാണ്. ഇലക്ഷൻ ടു ദ കമ്മിറ്റിയെ ഇലക്ട് ചെയ്യുന്ന സെക്ഷൻ പറയുന്നത് 28, 28A, 28AA, 28AB, 28B, 31, 32, 33. ഈ സെക്ഷനിലാണ് ഇലക്ഷൻ ടു ദ കമ്മിറ്റിയെ കുറിച്ച് പറയുന്നത്. റൂള് 35A, 35B, 35C, 35D, 35E, 38, 43. എൻക്വയറി ബൈ രജിസ്ട്രാർ, എൻക്വയറി ബൈ രജിസ്ട്രാർ വരുന്നത് 65 and 67 ആണ്. അപ്പം എൻക്വയറി 65, 67 ആണ്. 65ഉം 67ഉമാണ് എൻക്വയറി ബൈ രജിസ്ട്രാർ. 65, 67. റൂൾ 66ആണ്. അപ്പോൾ ഇത് നമുക്ക് മറന്നു പോകത്തില്ല. 65, 66 അതിൻ്റെ ഇടയിലുള്ള 66 ആണ് റൂൾ. എസ്റ്റാബ്ലിഷ്മെന്റ് മാറ്റേഴ്സിനെ കുറിച്ച് പറയുന്നത് 80ലാണ്. റൂള് 182 മുതൽ 201 വരെയാണ്. എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് എക്സിക്യൂഷനെ കുറിച്ച് പറയുന്നത് 76ലാണ്. റൂള് 32 മുതൽ 81 വരെയാണ്. ഗഹാനെ കുറിച്ച് പറയുന്നത് 36A, റൂള് 51Aയിലുമാണ്. ഗ്രാറ്റുവിറ്റി 62ലാണ് പറയുന്നത് സെക്ഷൻ. റൂൾ 59ആണ്. ഐഡന്റിറ്റി കാർഡ് റൂള് 16A, 16B, 16C, 16D ആണ്. 16A, 16B, 16C, 16D ആണ് ഐഡന്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നത്. ഇൻസ്പെക്ഷൻ സെക്ഷൻ 66,
68 സബ്സെക്ഷൻ 1 ആണ്. റൂള് ചോദിച്ചാൽ 66 ആണ്. ലീവ് റൂളിനെ കുറിച്ച് പറയുന്നത് റൂള് 190-ലാണ്. ലിക്വിഡേറ്ററെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 71, 72, 73, 74 ആണ്. റൂള് ചോദിച്ചാൽ 69-ഉം 71. മെമ്പർഷിപ്പ് 2 സബ്സെക്ഷൻ ഇ, 2 സബ്സെക്ഷൻ എം, 16, 17, 18, 19, 26. മെമ്പർഷിപ്പ് റൂള് ചോദിച്ചാൽ 16, 20, 23. ഓക്കെ, നോമിനേഷൻ 31 ആണ്. ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് 94-ലാണ്. റൂള് 33 സബ്സെക്ഷൻ 3, 47 സബ്സെക്ഷൻ ഇ ആണ്. ഒംബുഡ്സ്മാൻ 69A ആണ്. പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി 14B ആണ്. പാർട്ണർഷിപ്പ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നത് 14B ആണ്. പവർ ടു റിസൈൻഡ് റെസൊല്യൂഷൻ 176 ആണ്. പ്രൊബേഷൻ 184 ആണ്. പ്രൊമോഷൻ റൂള് 185, 200, 201. പ്രോവിഡന്റ് ഫണ്ട് റൂള് 61 ആണ്. സെക്ഷൻ 61 ആണ്. റൂള് 58 ആണ്. ക്വാളിഫിക്കേഷൻ സെക്ഷൻ 80 സബ്സെക്ഷൻ 3 ആണ്. റൂള് 185 സബ്സെക്ഷൻ 8, 186-മാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭ്യമാകുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.